പ്രിയപ്പെട്ടവരെ, പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാടിൻ്റെ അഭിമാനമായ കാഞ്ഞിരപ്പുഴ ഡാം ഇന്ന് അതിൻ്റെ പൂർണ്ണ സൗന്ദര്യത്തിൽ എത്തി നിൽക്കുകയാണ്. ഡാമിൻ്റെ 3 ഷട്ടറുകളും ഇന്നലെ തന്നെ തുറന്നിരിക്കുന്നു. ഡാം മിനിമം വാട്ടർ ലെവൽ എത്തി നിൽക്കുകയാണ്. ഇന്നും തോരാത്ത മഴയാണ്. അപ്പോൾ എനിക്ക് 4 മണിയായപ്പോൾ ഒന്ന് പോയാലോ എന്ന് തോന്നി. അങ്ങനെ ഞാൻ ഡാമിൽ ചെന്നു. ഷട്ടറിൻ്റെ അവിടെയുള്ള വെള്ളച്ചാട്ടങ്ങളൊക്കെ ഒന്ന് വീഡിയോയിൽ പകർത്തിയിട്ടുണ്ട്. അത് ഇതിന് പിന്നാലെ ഉള്ള വീഡിയോയിൽ വരും. പിന്നെ ഇങ്ങനെ നിന്ന സമയത്ത് എനിക്ക് ഒരാഗ്രഹം, ഡാമിൻ്റെ ഒരു ബാക്ക് വശമുണ്ട്, 2-3 ബാക്ക് വശങ്ങളുണ്ട്, അവിടെ നിന്ന് പോയിട്ടൊരു വീഡിയോ പകർത്തിയാലോ എന്ന്. അങ്ങനെ വന്നെടുത്തതാണ് ഈ വീഡിയോ. ഇത് സമയം ഒരു 5:30-6 മണിയോടടുത്ത സമയമാണ്. അപ്പോൾ അതിൻ്റെ അത്രയൊരു ക്ലിയറേ ഉണ്ടാവുള്ളൂ. പക്ഷേ ഇവിടേക്ക് വരികയാണെങ്കിൽ ഒരു 4-4:30 മണിക്ക് നിങ്ങൾ വരണം. അത് അസ്തമയ സൂര്യൻ്റെ ആ രശ്മികളുള്ള സമയത്ത് വരണം. പക്ഷേ ഇപ്പോൾ മഴക്കാറായതുകൊണ്ട് അതൊന്നും ഉണ്ടാവില്ല. എങ്കിലും ആ സമയത്ത് വന്നാൽ ഒന്നുകൂടി മനോഹരമായി ഈ കാഴ്ചകൾ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇതെവിടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കാഞ്ഞിരപ്പുഴ ഡാമിൻ്റെ അവിടേക്ക് എത്തുന്നതിന് മുമ്പ് ബ്രഹ്മങ്കോട് എന്നൊരു സ്ഥലമുണ്ട്. അവിടുന്ന് ഇരുമ്പകച്ചോലയ്ക്ക് റോഡ് കയറുന്നുണ്ട്. കാഞ്ഞിരപ്പുഴയുടെ ബാക്ക് വശത്തേക്കാണത്. ആ റോഡിൽ കുറച്ചുകൂടി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ കൊട്ടക്കൽ ആര്യവൈദ്യശാലയുടെ തോട്ടങ്ങളുണ്ട്, ഇടതും വലതും. അതും കഴിഞ്ഞ് കൊർണക്കുന്ന് എന്ന് പറയുന്ന സ്ഥലമുണ്ട്. അവിടേക്ക് എത്തേണ്ട അതിന് മുമ്പ് അവിടെ നിങ്ങൾക്ക് വണ്ടികളൊക്കെ കാണാം ഇങ്ങനെ നിർത്തിയിട്ടിരിക്കുന്നത്. എന്നിട്ട് നടന്നൊരു ഊടുവഴിയിലൂടെ ഇങ്ങനെ നടന്ന് അങ്ങോട്ട് ഡാമിലേക്ക് ഇറങ്ങണം. പ്രത്യേകം ശ്രദ്ധിക്കുക, ഡാം ഫുൾ വെള്ളം നിറഞ്ഞു നിൽക്കുന്ന സമയമാണ്. അപ്പോൾ അതിൻ്റെ കരയിലൂടെ പോകുമ്പോൾ തന്നെ വഴിക്ക് വീഴാതെ നോക്കണം. ഈ ഡാമിലേക്ക് നമ്മളിങ്ങനെ നോക്കുന്ന സമയത്ത് ഡാം ഒരേപോലെ നിരന്നാണ് കിടക്കുന്നത്. പക്ഷേ അതുപോലെയല്ല ഡാമിനടി. നമ്മളവിടെ മഴവെള്ളം ഇല്ലാത്ത സമയത്ത് ഡാം വറ്റി വരണ്ട് കിടക്കുന്ന സമയത്തൊക്കെ നമ്മൾ നാട്ടുകാരായതുകൊണ്ട് അതിൽ പോകാറുണ്ട്, മീനിനൊക്കെ വേണ്ടി പോകാറുണ്ട്. അപ്പോൾ നമുക്ക് അവിടുത്തെ ഡാമിൻ്റെ അതിന് ഈ വെള്ളത്തിനടിയിലുള്ള ആ കരഭൂമിയുടെ സ്വഭാവം നമുക്ക് ഏകദേശം നമ്മളെ മനസ്സിലുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് വെള്ളത്തിലേക്ക് നമ്മൾ ഇറങ്ങരുത്. കാരണം ആ കാണുന്ന പോലെ സമതലമല്ല, പരന്നതല്ല അതിൻ്റെ അടിഭൂമി. കുന്നും കുഴിയും ചാലുകളും ഒക്കെ അപകടം നിറഞ്ഞതാണ്. വീണ് കഴിഞ്ഞാൽ പിന്നെ രക്ഷയില്ല. നല്ല തണുപ്പാണ്, ഐസായി പോവും. നീന്താൻ അറിയുന്നവർ തന്നെ നീന്തിക്കഴിച്ചിലാകേണ്ട കാര്യം പ്രയാസമാണ്. അതുകൊണ്ട് ശ്രദ്ധിക്കണം, പോയി കാണണം.